the class. So today we are actually starting the module 3. So module 3 actually രണ്ട് ഭാഗങ്ങളാണുള്ളത്. ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് AVR പ്രോഗ്രാമിംഗ് ഇൻ സി ആണ് ഫസ്റ്റത്തെ. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ടൈമേഴ്സ് ആൻഡ് ഇൻട്രപ്റ്റ്സ് ആണ്. ഇൻ AVR മൈക്രോ കൺട്രോളേഴ്സ്, ടൈമേഴ്സ് ആൻഡ് ഇൻട്രപ്റ്റ്സ്. So the first portion is actually C. We will be looking into the data types and some simple programs in it. അപ്പോൾ നമ്മൾ സി പ്രോഗ്രാം എന്ന് പറയുമ്പോൾ നമ്മളിത് എംബഡഡ് ആവശ്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇതിനെ നമ്മൾ എംബഡഡ് സി എന്നാണ് വിളിക്കുന്നത്. ഇതിനകത്ത് നോർമൽ സി ലാംഗ്വേജിൻ്റെ സ്ട്രക്ചർ എന്താണോ ആ സ്ട്രക്ചർ തന്നെയായിരിക്കും ഇതിൻ്റെ പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ ഇതിൻ്റെ സിൻടാക്സ് എല്ലാം ഉള്ളത് ആ രീതിയിൽ തന്നെയായിരിക്കും. Okay, so first we have to see what are the main difference between normal programming and assembly language programming and C programming. After that, we will be dealing with the data types and time delays in C. So the advantages എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും അധികം പറയാനുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം പലതരത്തിലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളുണ്ട്. ലോ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജും ഉണ്ട്, ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജും ഉണ്ട്. അപ്പോൾ ലോ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മളിപ്പോൾ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം യൂസ് ചെയ്തിരുന്നത് ലോ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അതിനകത്ത് നമ്മുടെ പ്രോഗ്രാമിംഗ് കാര്യങ്ങളെല്ലാം എന്താ പറയുന്നത്, ഇറ്റ് ഈസ് മോർ ക്ലോസ് ടു ദി സ്ട്രക്ചർ ഓഫ് ദി മൈക്രോ കൺട്രോളർ. അപ്പോൾ അതിനകത്താണെങ്കിൽ ഇപ്പോൾ നമുക്ക് R16 എന്നിവ രജിസ്റ്റർ ഉണ്ട്, അല്ലെങ്കിൽ R0 മുതൽ R31 വരെയുള്ള രജിസ്റ്റേഴ്സാണ് അതിനകത്തുള്ളത്. അതിൽ DDRD എന്ന് പറയുന്ന ഒരു IO രജിസ്റ്റർ ഉണ്ട്, അല്ലെങ്കിൽ പിൻ സി എന്ന് പറയുന്ന ഒരു IO രജിസ്റ്റർ ഉണ്ട്. ഇതെല്ലാം നമുക്ക് പ്രോഗ്രാം ചെയ്യുന്ന ആൾക്ക് അറിഞ്ഞിരിക്കണം. അതായത് നമ്മുടെ മൈക്രോ കൺട്രോളറിൻ്റെ ആർക്കിടെക്ചർ എന്താണ് എന്ന് അറിയുന്ന ഒരാൾക്ക് മാത്രമേ ലോ ലെവൽ പ്രോഗ്രാമിംഗ് ചെയ്യാൻ പറ്റുള്ളൂ, അതായത് അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിംഗ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ നമുക്ക് എന്താ പറയുക, ഒരു ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്കിപ്പോൾ യൂസ് ചെയ്യുന്ന മൈക്രോ കൺട്രോളർ 8051 ആണെങ്കിലും AVR മൈക്രോ കൺട്രോളർ Atmega 32 ആണെങ്കിലും, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ പിക്ക് ആണ് യൂസ് ചെയ്യുന്നത്, ഏത് മൈക്രോ കൺട്രോളർ ആണെങ്കിലും അതിൻ്റെ ഇന്റേണൽ ആർക്കിടെക്ചർ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളെയാണ് നമ്മൾ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ എന്ന് പറയുന്നത്. അപ്പോൾ എംബഡഡ് പർപ്പസിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് നമ്മുടെ എംബഡഡ് സി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിലുള്ള അഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ഒരു മെമ്മറിയുടെ സൈസ് എത്രയാണെന്നോ, ഇപ്പം മെമ്മറിയുടെ അഡ്രസ്സ് എവിടെ മുതൽ എവിടം വരെ ആണെന്നോ, നമ്മൾ യൂസ് ചെയ്യുന്ന രജിസ്റ്ററുകൾ ഏതൊക്കെയാണെന്നോ, രജിസ്റ്ററിൻ്റെ അഡ്രസ്സുകൾ ഏതൊക്കെയാണെന്നോ, അതുപോലെ തന്നെ നമുക്ക് ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് വാല്യൂ ലോഡ് ചെയ്യുന്നതിനുള്ള വ്യത്യാസം എന്താണ്, മെമ്മറിയിൽ നിന്നും ലോഡ് ചെയ്യുന്ന രജിസ്റ്ററിലേക്ക് ലോഡ് ചെയ്യുമ്പം എന്ത് സിൻടാക്സ് യൂസ് ചെയ്യണം, രജിസ്റ്ററിൽ നിന്ന് മെമ്മറിയിലേക്ക് തിരിച്ച് നമ്മൾ മൂവ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഈ സിൻടാക്സുകളൊന്നും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ലോജിക് ഉണ്ടായിരിക്കണം, സി ലാംഗ്വേജ് അല്ലെങ്കിൽ സി പ്രോഗ്രാമിങ്ങിൻ്റെ ബേസിക് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത്രയും അറിഞ്ഞിരുന്നാൽ നമുക്ക് നേരിട്ട് എംബഡഡ് സി യൂസ് ചെയ്ത് മൈക്രോ കൺട്രോളർ പ്രോഗ്രാമുകൾ ചെയ്യാൻ പറ്റും. സോ one of the main advantage is that it is easier and less time consuming to program in C. കാരണം ഒരു സി പ്രോഗ്രാമിൻ്റെ ജനറൽ സ്ട്രക്ചർ നമുക്കറിയാം. ആ ജനറൽ സ്ട്രക്ചർ അറിഞ്ഞിരിക്കുന്നത് കൊണ്ട് നമുക്കത് പ്രോഗ്രാം ചെയ്യുന്നതിനും അത് ഈസിയർ ആണ്, കാരണം സി അറിയുന്ന ഒരാൾക്ക്. അതുകൂടാതെ തന്നെ ടൈം കൺസ്യൂം, നമുക്ക് കുറച്ച് സമയം മതി നമുക്ക് ഈ പ്രോഗ്രാം എഴുതാനായിട്ട്. മറ്റാണെങ്കിൽ നമുക്ക് ഈ സ്ട്രക്ചർ അറിയണം, ഏതൊക്കെയാണ് നമ്മൾ ന്യൂമോണിക്സ് അറിയണം, ഏത് മെമ്മറി ലൊക്കേഷൻ നിന്നാണ് വേണ്ടത്, എങ്ങോട്ടേക്കാണ് കൊടുക്കേണ്ടത്, ഇതിനെപ്പറ്റി എല്ലാം പൂർണ്ണമായ ഗ്രാഹ്യമാണ്. അപ്പോൾ അതെല്ലാം അറിഞ്ഞ് കോഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കൂടുതൽ സമയം അവിടെ ആവശ്യമാണ്. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡിഫൈ ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനും എളുപ്പമാണ്. കാരണം നമ്മൾ സിക്കകത്ത് യൂസ് ചെയ്യുന്നത് വേരിയബിൾസ് യൂസ് ചെയ്തിട്ടായിരിക്കും ഡിഫൈൻ ചെയ്യുന്നത്. മറ്റേത് നമ്മൾ വേരിയബിൾസ് ആയിരിക്കില്ല യൂസ് ചെയ്യുന്നത്, നമ്മൾ സ്പെസിഫിക് രജിസ്റ്റർ വാല്യൂസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു രജിസ്റ്റർ വാല്യൂ നമ്മൾ മാറ്റി വേറെ രജിസ്റ്റർ വാല്യൂ ആക്കാൻ പോകുന്ന സമയത്ത് നമ്മുടെ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിങ്ങിനകത്ത് ആ എല്ലാ രജിസ്റ്റർ എവിടെയൊക്കെ നമ്മൾ ആ രജിസ്റ്റർ യൂസ് ചെയ്തിട്ടുണ്ടോ അവിടെ എല്ലാം നമ്മൾ റീപ്ലേസ് ചെയ്യണം, പിക്ക് ആൻഡ് ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ചെയ്യണം. പക്ഷെ അതിന് പകരം സിക്കകത്ത് കുഴപ്പമില്ല, നമ്മൾ ആ വേരിയബിൾ എന്താണോ കൊടുത്തിരിക്കുന്നത് ആ വേരിയബിളിലുള്ള ചേഞ്ച് മാത്രമേ നമ്മൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതുകൂടാതെ തന്നെ നമ്മളിപ്പോൾ ഒരു പർട്ടിക്കുലർ ഫോർ എക്സാമ്പിൾ നമ്മളൊരു മൂവിങ് റോബോ കാർ ഉണ്ടാക്കി. ആ റോബോ കാർ ഉണ്ടാക്കി അതിൻ്റെ പ്രോഗ്രാമിംഗ് നമ്മൾ ചെയ്തത് എംബഡഡ് പ്രോഗ്രാം അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിലാണ് ചെയ്തത്.
അപ്പോൾ നമ്മൾ അതിലേക്ക് ഒരു എക്സ്ട്രാ ഫീച്ചർ നമുക്ക് ആഡ് ചെയ്യണം. ആ എക്സ്ട്രാ ഫീച്ചർ നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി ഉള്ള അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിങ്ങിലേക്ക് ഒരു എക്സ്ട്രാ ഫീച്ചർ ആഡ് ചെയ്യാൻ വേണ്ടി അതിനെ അപ്ഡേറ്റ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷെ അതിന് പകരം സി ആണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അപ്ഡേഷൻ ഭയങ്കര എളുപ്പമാണ്. നമുക്കിപ്പോൾ ഒരു എക്സ്ട്രാ ഫീച്ചർ ഓൾറെഡി ഇപ്പോൾ നമുക്കുള്ളൊരു എംബഡഡ് സിസ്റ്റത്തിലേക്ക് ഒരു പുതിയ എക്സ്ട്രാ ഫീച്ചർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി കോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് സി പ്രോഗ്രാമിങ്ങിലാണെങ്കിൽ ഇറ്റ് ഈസ് ഈസി. സോ സി ഈസ് ഈസിയർ ടു മോഡിഫൈ ആൻഡ് ഇറ്റ് ഈസ് ഈസിയർ ടു അപ്ഡേറ്റ്. അതർ തിങ് ഈസ് ദാറ്റ് ലോട്ട് ഓഫ് ലൈബ്രറീസ് ആർ അവൈലബിൾ ഇൻ സി. അപ്പം നിങ്ങൾ S4 സി പഠിച്ച സമയത്താണെങ്കിലും നമുക്കിപ്പം സ്കാൻ ചെയ്യാനും പ്രിന്റ് ചെയ്യാനും, അതായത് നമുക്കൊരു വാല്യൂ എടുക്കാനാണെങ്കിലും ഒരു വാല്യൂ പ്രിന്റ് ചെയ്യാനാണെങ്കിലും ഇപ്പം നമുക്ക് സ്കാൻഎഫ് പ്രിന്റ് എന്ന് പറയുന്ന പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് യൂസ് ചെയ്യാം. ആ പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് എല്ലാം നിങ്ങൾക്കൊരു ലൈബ്രറിക്കകത്താണുള്ളത്. അപ്പം stdio സ്റ്റാൻഡേർഡ് IO എന്ന് പറയുന്ന ലൈബ്രറിക്കകത്താണ് ഈ സ്കാൻഎഫും പ്രിന്റ് എഫും എല്ലാം ഉള്ളത്. അപ്പം നിങ്ങൾ #include stdio.h എന്ന് ഏറ്റവും ആദ്യം നിങ്ങളൊരു ഡിക്ലറേഷൻ കൊടുക്കും, ലൈബ്രറി ഡിക്ലറേഷൻ. അത് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ലൈബ്രറിക്കകത്തുള്ള stdio എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് IO ലൈബ്രറിക്കകത്തുള്ള ഏത് ഫംഗ്ഷനെ വേണമെങ്കിലും നിങ്ങൾക്ക് കോൾ ചെയ്യാം, അത് വർക്ക് ചെയ്യും. അപ്പം അതുപോലെ തന്നെ ഈ എംബഡഡ് സീക്വൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഫംഗ്ഷൻ ലൈബ്രറീസ് ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ആ ഫംഗ്ഷനൊന്നും നിങ്ങൾ കോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആ ലൈബ്രറി ഡിഫൈൻ ചെയ്തിട്ട് ആ ഫംഗ്ഷനെ കോൾ ചെയ്താൽ മതി. സോ ദർ ഈസ് നോ നീഡ് ടു കോഡ് ദാറ്റ് ഫംഗ്ഷൻ അഗെയിൻ. നിങ്ങളുടെ യൂസർ ലെവലിലുള്ള ഒരു എക്സ്ട്രാ കോഡിങ് അവിടെ ആവശ്യമില്ല. നിങ്ങൾക്ക് നേരിട്ട് അതിനെ വിളിക്കാം. ഫോർ എക്സാമ്പിൾ ഡിലേ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇപ്പോൾ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിൽ എഴുതുകയാണെങ്കിൽ നമുക്ക് വേണ്ട ഡിലേ എത്രയാണോ അത്രയും മില്ലി സെക്കൻഡ് അല്ലെങ്കിൽ അത്രയും സെക്കൻഡ് നേരത്തേക്ക് വേണ്ട ഒരു സ്പെസിഫിക് ഡിലേ സബ് റൂട്ടീൻ നിങ്ങൾ എഴുതിയേ പറ്റുള്ളൂ. പക്ഷേ ഇതിനകത്താണെങ്കിൽ ഡിലേ കോൾ ചെയ്യാനുള്ള അല്ലെങ്കിൽ ഡിലേ ഫംഗ്ഷൻ എന്ന് പറയുന്ന ഡിഫൈൻഡ് ഫംഗ്ഷൻ അതിൽ ഓൾറെഡി ഉണ്ട്. അപ്പം അതുകൊണ്ട് എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ഒരു ലൈബ്രറി ഡിക്ലെയർ ചെയ്തിട്ട് നിങ്ങളിത് കോൾ ചെയ്യേണ്ട ആവശ്യമേ അതിനകത്ത് വരുന്നു. അപ്പോൾ ദാറ്റ് ഈസ് അനദർ അഡ്വാൻറ്റേജ്. ഇറ്റ് ഈസ് പോർട്ടബിൾ ടു അതർ മൈക്രോ കൺട്രോളേഴ്സ് വിത്ത് ലിറ്റിൽ മോഡിഫിക്കേഷൻസ്. ഇപ്പോൾ 8051 മൈക്രോ കൺട്രോളർ യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ഒരു റോബോ കാർ നിങ്ങളുടെ അടുത്തുണ്ട്. ആ 8051 മൈക്രോ കൺട്രോളിന് പകരം നിങ്ങൾക്ക് അതിനകത്ത് Atmega 32 യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാർഡ്വെയറിൽ ചേഞ്ചസ് വരുത്തേണ്ടി വരും, നിങ്ങളുടെ ബോർഡിലും കാര്യങ്ങളൊക്കെ ചേഞ്ചസ് വരുത്തേണ്ടി വരും. പക്ഷേ 8051 മൈക്രോ കൺട്രോളറിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്ന സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെങ്കിൽ അതേ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ചെറിയ മോഡിഫിക്കേഷനോട് കൂടി നിങ്ങൾക്ക് Atmega 32 യൂസ് ചെയ്യാം. അപ്പോൾ ഹാർഡ്വെയറിൽ നമുക്ക് ചെറിയ ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ കോഡിങ്ങിനകത്ത് അധികം ചേഞ്ചസ് വരുന്നില്ല. ആ സമയത്ത് നമുക്ക് വരുത്തേണ്ട ചേഞ്ചസ് വളരെ ചെറുതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ദാറ്റ് ഈസ് അനദർ advantage when we are using a C language. So the size of the program can be calculated precisely. എത്ര ബൈറ്റ് അല്ലെങ്കിൽ എത്ര കിലോബൈറ്റ് ആണ് നിങ്ങളുടെ പ്രോഗ്രാം എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അസംബ്ലി ലാംഗ്വേജ് ആവുന്ന സമയത്ത് ആ ഒരു കറക്റ്റ് ഫ്ലെക്സിബിലിറ്റി അതിനകത്ത് നമുക്ക് വരുന്നില്ല. ഓക്കെ, സോ ദ കോഡ് ക്യാൻ ബി മെയ്ഡ് ആസ് കംപ്രസ്ഡ് ആസ് പോസിബിൾ. എത്ര ചെറുതാക്കാൻ പറ്റുമോ അത്രയും നമുക്ക് ചെറുതാക്കാം. കാരണം നമുക്ക് അറിയാമല്ലോ, കാരണം പ്രോഗ്രാം മെമ്മറി എന്ന് പറയുന്ന ഒരു മെമ്മറി നമുക്കുണ്ട്. ആ പ്രോഗ്രാം മെമ്മറിയുടെ സൈസ് എത്രയാണോ അതിനെക്കാട്ടിലും ഹയർ വാല്യൂലുള്ള ഒരു പ്രോഗ്രാം നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഒരു കംപ്രഷൻ, കോഡ് കംപ്രഷൻ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. സോ ബെസ്റ്റ് സൂട്ടഡ് വെൻ ദ മെമ്മറി ഈസ് എ കൺസ്ട്രെയിൻഡ്. മെമ്മറി എപ്പോഴും ഒരു കൺസ്ട്രെയിൻഡ് ആണ് എന്നുണ്ടെങ്കിൽ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിനെക്കാട്ടിലും എപ്പോഴും നമ്മൾ ചൂസ് ചെയ്യുക സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്. ഇനി നമുക്കിതിൻ്റെ ഡേറ്റ ടൈപ്സിലേക്ക് വരാം. ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ഡേറ്റ ടൈപ്സ് ഇതിനകത്തുള്ളത് എന്നുള്ളത്. ഇതിനകത്ത് ഫസ്റ്റ് സിക്കകത്ത് യൂസ് ചെയ്യുന്ന ഡേറ്റ ടൈപ്പ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഇൻറ്റ്, ക്യാർ, ഫ്ലോട്ട്, ഡബിൾ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ സിക്കകത്ത് പല ഡേറ്റ ടൈപ്സ് പഠിച്ചിട്ടുണ്ട്. അപ്പം അതിൽ നിന്നും വലിയ വ്യത്യസ്തമല്ലാത്ത അല്ലെങ്കിൽ വ്യത്യാസമില്ലാത്ത രീതിയിലുള്ള ഡേറ്റ ടൈപ്സ് ആണ് നമുക്ക് ഇവിടെയും പറയാനുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അൺസൈൻഡ് ക്യാരക്ടറാണ്. അൺസൈൻഡ് ക്യാർ എന്ന് പറഞ്ഞാൽ 8 ബിറ്റ് ആയിരിക്കും നമ്മൾ ഈ ഒരു വേരിയബിളിന്റെ സൈസ്. നമ്മളൊരു വേരിയബിളിനെ എക്സ് എന്നൊരു വേരിയബിളിനെ അൺസൈൻഡ് ക്യാരക്ടറായിട്ട് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 8 ബിറ്റ് ആയിരിക്കും.
8 ബിറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 2⁸8 256 ആണ്. അപ്പോൾ 0 മുതൽ 255 വരെയുള്ള ഡെസിമൽ വാല്യൂസ് അതിൽ സ്റ്റോർ ചെയ്യാം, അല്ലെങ്കിൽ 00 മുതൽ FF വരെയുള്ള ഹെക്സാ ഡെസിമൽ വാല്യൂസ് നമുക്ക് ഇതിനകത്ത് സ്റ്റോർ ചെയ്യാം. അപ്പോൾ നിങ്ങൾ സാധാരണ സാധാരണ സിനകത്ത് നിന്നുള്ള ഇതിനകത്തുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ, സാധാരണ സി പ്രോഗ്രാമിംഗ് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇപ്പം നിങ്ങൾക്കൊരു കൗണ്ടിങ് ആണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ 10 പ്രാവശ്യമാണ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ ആ കൗണ്ടർ വാല്യൂ നമ്മളിപ്പോൾ ഒരു I എന്നൊരു വാല്യൂവിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഐനെ നമ്മളൊരു ഫോർ ലൂപ്പിൽ ഇട്ടിട്ട് I = 0 മുതൽ I < 9 വരെ നമ്മൾ ഇൻക്രിമെന്റ് ചെയ്യും അല്ലേ. അപ്പോൾ I 0 1 2 3 4 5 എക്സെട്ര അപ് ടു 9 വരെ ചെയ്യുമ്പോഴത്തേക്കും 10 പ്രാവശ്യം ഈ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്ത് കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഐനൊരു ഇൻറ്റിജർ ആയിട്ടാണ് ഡിഫൈൻ ചെയ്യാറ് നോർമൽ സിയിൽ. പക്ഷേ ഇവിടെ നമ്മുടെ എംബഡഡ് സിക്കകത്ത് നമ്മൾ അങ്ങനെ കൗണ്ടർ ഓപ്പറേഷനിലാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ അൺസൈൻഡ് ക്യാരക്ടർ ആയിട്ടായിരിക്കും നമ്മൾ ഇതിനെ ഡിഫൈൻ ചെയ്യുന്നത്. നമ്മളിതിനെ ഒരിക്കലും എന്തായി ഡിഫൈൻ ചെയ്യില്ല, ഇൻറ്റിജറായി ഡിഫൈൻ ചെയ്യില്ല. സോ അത് എപ്പോഴും നമ്മുടെ മനസ്സിൽ വെക്കണം. നിങ്ങൾ കൗണ്ടർ ആയിട്ട് അല്ലെങ്കിൽ കൗണ്ടിങ് ഓപ്പറേഷന് വേണ്ടിയിട്ട് നിങ്ങളൊരു വേരിയബിളിനെ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ അതിനെ ഒരിക്കലും ഇൻറ്റായി ഡിഫൈൻ ചെയ്യരുത്, അതിനെ അൺസൈൻഡ് ക്യാരക്ടറായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. അപ്പോൾ പിന്നെ നമ്മളൊരു വേരിയബിളിനെ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കമ്പൈലർ എപ്പോഴും ആ വേരിയബിളിനെ അൺസൈൻഡ് ക്യാരക്ടറായിട്ട് എടുക്കുള്ളൂ. സോ അപ്പോൾ നമ്മൾ എക്സ് എന്നൊരു വേരിയബിളിനെ നമ്മൾ ഇൻറ്റിജറായി ഇനിഷ്യലി ഡിഫൈൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡീഫോൾട്ടായിട്ട് നമ്മുടെ കമ്പൈലർ ആ വേരിയബിൾ അൺസൈൻഡ് ക്യാരക്ടർ ടൈപ്പായിട്ട് ഡീഫോൾട്ടായിട്ട് സെറ്റ് ചെയ്യും. സോ ഡീഫോൾട്ട് ക്യാരക്ടർ സെറ്റ് in C compiler or embedded C is actually unsigned character. 8 ബിറ്റ് ആണ് അതിൻ്റെ സൈസ്. 255 ഉള്ള വാല്യൂസ് സ്റ്റോർ ചെയ്യാം. അപ്പോൾ നമ്മളൊരു കൗണ്ടിങ് ഓപ്പറേഷന് വേണ്ടിയാണ് ആ വേരിയബിൾ ഡിഫൈൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ അൺസൈൻഡ് ക്യാരക്ടറായിട്ട് വേണം ഡിഫൈൻ ചെയ്യാനായിട്ട്. നെക്സ്റ്റ് വൺ ഇസ് എ സൈൻഡ് ക്യാരക്ടറാണ് അടുത്തത് എന്ന് പറയുന്നത്. ഇറ്റ്സ് കോൾഡ് എ സൈൻഡ് ക്യാരക്ടർ. അപ്പോൾ സൈൻഡ് ക്യാരക്ടർ എന്ന് പറയുമ്പോൾ 8 ബിറ്റ് തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് എന്ത് സംഭവിക്കുന്നത്, നിങ്ങളുടെ MSB സൈനിന് വേണ്ടി മാറ്റിവെക്കും. അപ്പോൾ നിങ്ങൾക്ക് 7 ബിറ്റേ ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക് അതിൻ്റെ വാല്യൂ സ്റ്റോർ ചെയ്യാൻ. ഇപ്പോൾ 2⁸7 എന്ന് പറയുന്നത് 128 ആണ്. അപ്പോൾ ഒരു ബിറ്റ് നമ്മൾ സൈനിന് വേണ്ടി മാറ്റി വയ്ക്കുമ്പോൾ -128 മുതൽ +127 വരെയുള്ള ഡെസിമൽ വാല്യൂസ് സ്റ്റോർ ചെയ്യാനാണ് നമ്മൾ സൈൻഡ് ക്യാരക്ടർ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. ക്യാരക്ടർ എന്ന് പറയുമ്പോൾ 8 ബിറ്റ്. അപ്പോൾ അൺസൈൻഡ് ആണെങ്കിൽ 255 വരെ, 0 മുതൽ 255 വരെ. അതിന് പകരം നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് സൈൻഡ് ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ബിറ്റ് MSB എന്ന് പറയുന്ന സൈനിന് വേണ്ടി മാറ്റിവെക്കും. ബാക്കിയുള്ളത് 7 ബിറ്റാണ്. അപ്പം 128. അപ്പം -128 മുതൽ +127 വരെയുള്ള വാല്യൂസ് ആയിരിക്കും അതിൽ നമ്മൾ സ്റ്റോർ ചെയ്യും. ദിസ് ഈസ് ഓൾസോ എ ഡീഫോൾട്ട് ഡേറ്റ ടൈപ്പ്. നെക്സ്റ്റ് ഈസ് അൺസൈൻഡ് ഇൻറ്റിജർ. അൺസൈൻഡ് ഇൻറ്റിജർ എന്ന് പറയുമ്പോൾ 16 ബിറ്റാണ് അതിനകത്തുള്ളത്. 16 ബിറ്റ് എന്ന് പറയുമ്പോൾ 2⁻16 ഈസ് 65 536. 2⁻16 ഈസ് 65 536. അപ്പോൾ 0 മുതൽ 65 535 വരെയുള്ള വാല്യൂസ് നമുക്ക് ഇതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും. 16 ബിറ്റ് ആയതുകൊണ്ട് 0000H മുതൽ FFFFH വരെയുള്ള വാല്യൂസ് ഇതിൽ സ്റ്റോർ ചെയ്യാം. 16 ബിറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു വേരിയബിളിനെ അൺസൈൻഡ് ഇൻറ്റിജറായി ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ റാമിനകത്തുള്ള 2 മെമ്മറി ലൊക്കേഷൻസ് 2 ബൈറ്റ് ഈ ഒരു വേരിയബിൾ കൺസ്യൂം ചെയ്യും. അപ്പോൾ ഈ അനാവശ്യമായിട്ട് മെമ്മറി കൺസ്യൂം ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മളുടെ ഡീഫോൾട്ട് ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത് അൺസൈൻഡ് ക്യാരക്ടറാക്കി വെച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഒരു ഇൻറ്റിജർ ആയിട്ട് തന്നെ ആ ഡേറ്റേനെ വേണം എന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് ആ വേരിയബിൾ 255 കൂടുതൽ വാല്യൂ സ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് 255-നേക്കാളും വലിയൊരു വാല്യൂ ആ വേരിയബിളിന് ഹാൻഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ അൺസൈൻഡ് ക്യാരക്ടറായി ഡിഫൈൻ ചെയ്തിട്ട് കാര്യമില്ല, നമ്മൾ അൺസൈൻഡ് ഇൻറ്റിജറായി തന്നെ ഡിഫൈൻ ചെയ്യണം. അപ്പോൾ 255-നേക്കാളും വലിയ വാല്യൂ സ്റ്റോർ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് 8 ബിറ്റിനേക്കാളും കൂടുതൽ വേണം. അപ്പോൾ 8 ബിറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അലോക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന മെമ്മറി ലൊക്കേഷൻ എന്ന് പറയുന്നത് 16 ബിറ്റാണ്. അതുകൊണ്ട് അൺസൈൻഡ് ഇൻറ്റിജർ 16 ബിറ്റാണ്.
അതുകൊണ്ട് തന്നെ അതിൻ്റെ വാല്യൂ 0 മുതൽ 65, 535 വരെയുള്ള ഏത് വാല്യൂ വേണമെങ്കിലും ആ കറസ്പോണ്ടിങ് വേരിയബിളിന് ഹോൾഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഈസ് സൈൻഡ് ഇൻറ്റിജർ. സൈൻഡ് ഇൻറ്റിജർ എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റടുത്ത് സൈൻഡ് ക്യാരക്ടറിൽ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് 16 ബിറ്റിനകത്ത് ഒരു ബിറ്റ് സൈനിന് വേണ്ടി മാറ്റി വയ്ക്കും. അപ്പോൾ MSB ആയ D15 എന്ന ബിറ്റ് നമ്മൾ എങ്ങോട്ട് മാറ്റി വയ്ക്കും? നമ്മൾ സൈനിന് വേണ്ടി മാറ്റി വയ്ക്കും. പിന്നെ നമുക്ക് 15 ബിറ്റുകളാണുള്ളത്. 15 ബിറ്റ് എന്ന് പറയുമ്പോൾ 2⁻15 ഈസ് 32,768. 2⁻15 ഈസ് 32,768. അപ്പോൾ അതുകൊണ്ട് തന്നെ സൈൻഡ് ഇൻറ്റിജർ ആയിട്ടൊരു വേരിയബിളിനെ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ഹോൾഡ് വാല്യൂസ് ഫ്രം -32,768 ടു +32,767. അപ്പം പ്ലസിന്റെ വാല്യൂ മറ്റേനേക്കാൾ 1 കുറയാനുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് ഒരു 0 വരുന്നുണ്ട്. അതുകൊണ്ടാണ് റൈറ്റ് സൈഡിലെ വാല്യൂ ഒരെണ്ണം കുറയണം. മറ്റേടത്ത് നമുക്ക് -128 ടു +127 എന്ന് കണ്ടു. +128 വരെ പറ്റാത്ത എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഒരു 0 കൂടി നമുക്ക് വേണം. അപ്പം നെഗറ്റീവ് വാല്യൂസിൽ 128 വാല്യൂ, 0 ഉൾപ്പെടെയുള്ള പോസിറ്റീവ് വാല്യൂസിന് 128 വാല്യൂ. അപ്പം അതുകൊണ്ടാണ് +127 വരെ വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ +32,767 വരെ വരുന്നത്. അപ്പോൾ അൺസൈൻഡ് ക്യാരക്ടർ 8 ബിറ്റ്, സൈൻഡ് ക്യാരക്ടർ 8 ബിറ്റ്, അൺസൈൻഡ് ഇൻറ്റ് 16 ബിറ്റ്, സൈൻഡ് ഇൻറ്റും 16 ബിറ്റ്. ഇത് കൂടാതെ തന്നെ നമുക്ക് വേറെയും ഡേറ്റ ടൈപ്പുകളുണ്ട്. അൺസൈൻഡ് ലോങ് ഉണ്ട്, ഫ്ലോട്ട് ഉണ്ട്, ഡബിൾ ഉണ്ട്. ഇത് 4 32 ബിറ്റാണ്. വളരെ വിരളമായിട്ട് മാത്രമേ നമുക്കത് യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. കാരണം അൺസൈൻഡ് ലോങ് ആയിട്ട് നമ്മളൊരു വേരിയബിളിനെ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ 32 ബിറ്റാണ് വേണ്ടത്. 4 മെമ്മറി ലൊക്കേഷൻ നമ്മൾ അതിനു വേണ്ടി മാറ്റി വയ്ക്കും. സോ ഇറ്റ് ക്യാൻ ഹോൾഡ് എ ബിഗ് വാല്യൂ ആർ ഷോൺ ഇൻ ദാറ്റ്. കണ്ടോ, 4294, 967, 295 എന്ന് പറയുന്ന അത്രയും വാല്യൂ വരെ അതിന് ഹോൾഡ് ചെയ്യും. അത്രയൊന്നും നമുക്ക് ഒരിക്കലും ഒരു നോർമൽ എംബഡഡ് സിസ്റ്റം ആപ്ലിക്കേഷൻ നമുക്ക് വരുന്നില്ല. അപ്പം അൺസൈൻഡ് ലോങ്ങും സൈൻഡ് ലോങ്ങും 32 ബിറ്റാണ്. അതിലും ഈ പറയുന്ന പോലെ ലോങ്ങിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഒരു ബിറ്റ് സൈനിന് വേണ്ടി മാറ്റി വയ്ക്കുകയും 31 ബിറ്റുകൾ അതിൻ്റെ വാല്യൂസിന് വേണ്ടി മാറ്റി വയ്ക്കുകയും നമ്മൾ ചെയ്യും. ഓക്കെ, ഫ്ലോട്ട് ആവുന്ന സമയത്ത് നമുക്ക് ഓൾറെഡി അറിയാം, നമുക്ക് അതിനകത്ത് എക്സ്പോണൻഷ്യൽ വാല്യൂസ് നമുക്ക് സ്റ്റോർ ചെയ്യാം, ഫ്ലോട്ടിലും ഡബിളിലും. അപ്പോൾ മെയിൻലി നമുക്ക് വേണ്ട 4 എണ്ണം ഓർത്ത് വയ്ക്കാം. അൺസൈൻഡ് ക്യാരും 8 ബിറ്റ്, അൺസൈൻഡ് ഇൻറ്റും 16 ബിറ്റ്. അപ്പോൾ നമുക്കൊരു ജനറൽ സ്ട്രക്ചർ ഓഫ് ഒരു C പ്രോഗ്രാം കാണാം, ചെറിയ എക്സാമ്പിൾസും കാണാം. വളരെ നിങ്ങൾക്ക് C പ്രോഗ്രാം അറിയുന്നത് കൊണ്ട് തന്നെ ഇത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ആദ്യം മുകളിലുള്ളത് ലൈബ്രറി ഡിക്ലറേഷൻ ആണ്. അപ്പോൾ നിങ്ങൾ #include stdio.h എന്ന് പറയുന്ന പോലെ നമുക്കൊരു AVR മൈക്രോ കൺട്രോളറിലേക്ക് നമുക്കൊരു പ്രോഗ്രാം കമ്പൈൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഹെഡറാണ് AVR/io.h. അപ്പോൾ അത് ഓർത്ത് വെക്കണം. ഇത് എല്ലാ പ്രോഗ്രാമിൻ്റെയും ഫസ്റ്റ് ലൈൻ ആയിരിക്കും. #include AVR/io.h. #include AVR/io.h. അതിനുശേഷം നമ്മൾ പ്രോഗ്രാമിലേക്ക് വരും. പ്രോഗ്രാമിലേക്ക് വരുമ്പോൾ ഇൻറ്റ് മെയിൻ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും അറിയാലോ, വോയിഡ് മെയിൻ അല്ലെങ്കിൽ ഇൻറ്റ് മെയിൻ നമ്മൾ എപ്പോഴും പറയും. ഇൻറ്റ് മെയിൻ വോയിഡ്. നമ്മൾ കേളി ബ്രാക്കറ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. സിക്കകത്ത് നമ്മൾ എപ്പോൾ ഒരു കേളി ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തോ ഒരു കേളി ബ്രാക്കറ്റ് കൊണ്ട് നമ്മൾ എൻഡ് ചെയ്യണം. ഓക്കെ, അപ്പം അത്രയാണ് എപ്പോഴും കോമൺ ആയിട്ട് ഉണ്ടാവുക. #include AVR/io.h, ഇൻറ്റ് മെയിൻ വോയിഡ്, കേളി ബ്രാക്കറ്റ് ഓപ്പൺ, കേളി ബ്രാക്കറ്റ് ക്ലോസ്. ഏതൊരു C പ്രോഗ്രാമിലും ഇത്രയും സാധനം ആദ്യം ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ പ്രോഗ്രാമിങ്ങിലേക്ക് വരാൻ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എക്സാമ്പിൾ എത്തിക്കുന്നത് എന്താ? C പ്രോഗ്രാം ടു സെൻഡ് വാല്യൂസ് 0 മുതൽ FF വരെ പോർട്ട് Bയിലേക്ക് സെൻഡ് ചെയ്യണം. 00 മുതൽ FF വരെയുള്ള വാല്യൂ പോർട്ട് Bയിലേക്ക് സെൻഡ് ചെയ്യണം. അപ്പോൾ 00 മുതൽ FF വരെ വാല്യൂവേ നമുക്ക് വേണ്ടുള്ളൂ. അതായത് 0 മുതൽ 255 വരെയുള്ള വാല്യൂസ് നമുക്ക് സെൻഡ് ചെയ്യേണ്ടുള്ളൂ. അപ്പം ആ വാല്യൂ ഹോൾഡ് ചെയ്യാൻ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പം അയാൾക്ക് അത്രയും വാല്യൂ ഹോൾഡ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ 255 വരെയുള്ള വാല്യൂ ഹോൾഡ് ചെയ്താൽ മതി. നമ്മൾ ഓൾറെഡി പറഞ്ഞു, അതിനെ നമ്മൾ അൺസൈൻഡ് ക്യാരക്ടറായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ Z എന്നൊരു വേരിയബിൾ എടുത്തു, ഞാൻ അതിനെ അൺസൈൻഡ് ക്യാരക്ടറായിട്ട് ഡിഫൈൻ ചെയ്തു. ഓക്കെ, ഇനി ഈ ഇസഡിന്റെ വാല്യൂസ് 0 കൊടുക്കണം, 1 കൊടുക്കണം, 2 കൊടുക്കണം, 3 കൊടുക്കണം, എക്സെട്ര അപ് ടു 255 വരെ കൊടുക്കണം. എന്നിട്ട് ആ വാല്യൂവിന് എനിക്ക് പോർട്ട് ബിയിലേക്ക് സെൻഡ് ചെയ്യണം. അപ്പോൾ പോർട്ട് ബിയിലേക്ക് സെൻഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ പോർട്ട് ബിനെ ഞാൻ എന്തായി ഡിഫൈൻ ചെയ്യണം? ഔട്ട്പുട്ട് പോർട്ടായി ഡിഫൈൻ ചെയ്യണം. നമുക്ക് ഓൾറെഡി അറിയാം, ഒരു പോർട്ടിനെ ഔട്ട്പുട്ട് പോർട്ടായി ഡിഫൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ വാല്യൂ ഹൈ ആക്കണം. DDRB രജിസ്റ്ററിലെ വാല്യൂ ഹൈ ആക്കണം. ആ പോർട്ടിനെ നമുക്ക് ഇൻപുട്ട് പോർട്ടായിട്ടാണ് ഡിഫൈൻ ചെയ്യേണ്ടതെങ്കിൽ അതിൻ്റെ DDR
രജിസ്റ്ററിനെ നമ്മൾ റീസെറ്റ് ചെയ്യണം, അഥവാ 0 കൊടുക്കണം. അപ്പോൾ ഇവിടെ പോർട്ട് ബിനെയാണ് ഔട്ട്പുട്ട് പോർട്ടാക്കി ഡിഫൈൻ ചെയ്യേണ്ടത്. പോർട്ട് ബിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാറ്റസ് രജിസ്റ്റർ എന്ന് പറയുന്നത് DDRB ആണ്. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം? DDRB = 0xFF കൊടുത്തു കഴിഞ്ഞാൽ DDRBയിലെ എല്ലാ ബിറ്റുകളും 1 ആയി. അപ്പോൾ DDRBയിലെ എല്ലാ ബിറ്റുകളും 1 ആയി എന്ന് പറഞ്ഞാൽ പോർട്ട് ബിനെ ഞാൻ ഔട്ട്പുട്ട് പോർട്ടായി ഡിഫൈൻ ചെയ്തു. സോ DDRB = 0xFF എന്ന് ഡിഫൈൻ ചെയ്തു. ഇനി ഫോർ Z = 0, Z < 255, Z++ എന്ന് പറയുമ്പോൾ ഇസഡിന്റെ ഇനീഷ്യൽ വാല്യൂ 0 ആയി അല്ലേ? അപ്പം ഫോർ ലൂപ്പ് ഇനിഷ്യലൈസ് ചെയ്തു, ഇസഡിന്റെ വാല്യൂ 0 ആയി. പോർട്ട് B = Z എന്ന് പറയുമ്പം ആ 0 എന്നുള്ള വാല്യൂ എങ്ങോട്ട് സെൻഡ് ചെയ്തു? പോർട്ട് B രജിസ്റ്ററിലേക്ക് സെൻഡ് ചെയ്തു. അപ്പോൾ നമുക്കറിയാം പോർട്ട് ബിയുമായി ബന്ധപ്പെട്ട് 3 രജിസ്റ്ററാണ് ഉള്ളത്. അത് ഇൻപുട്ട് ആണോ ഔട്ട്പുട്ട് ആണോ ഡിഫൈൻ ചെയ്യാൻ DDR രജിസ്റ്റർ, അത് ഔട്ട്പുട്ട് പോർട്ടായിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട രജിസ്റ്റർ പോർട്ട് എന്നുള്ളതാണ്. അതിന് ഇൻപുട്ട് പോർട്ടായിട്ട് ഡിഫൈൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട രജിസ്റ്റർ പിൻ രജിസ്റ്റർ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ നമ്മൾ ഔട്ട്പുട്ട് പോർട്ടായി ഡിഫൈൻ ചെയ്യുന്നതുകൊണ്ട് ഏത് വാല്യൂ ആണോ നമുക്ക് സെൻഡ് ചെയ്യേണ്ടത് അത് പോർട്ട് ബി രജിസ്റ്ററിലേക്ക് പോകണം. പോർട്ട് ബിയിലേക്ക് പോകാനുള്ള കാരണം എന്താ? നമ്മൾ യൂസ് ചെയ്യുന്നത് ബി പോർട്ടാണ്. ഏറ്റവും ആദ്യം 0 എന്നുള്ള വാല്യൂ വന്നു, 0 എന്നുള്ള വാല്യൂ പോർട്ട് ബിയിലേക്ക് സെൻഡ് ചെയ്തു, ഇസഡിനെ ഇൻക്രിമെന്റ് ചെയ്തു. അപ്പോൾ ഇസഡിന്റെ വാല്യൂ 1 ആയി അല്ലേ? 1 <= 255 നോക്കി, അപ്പോൾ അത് ട്രൂ ആണ്. അപ്പോൾ വീണ്ടും നമ്മൾ എക്സിക്യൂട്ട് ചെയ്യും. എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇസഡിന്റെ വാല്യൂ ഇപ്പോൾ 1 ആണ്. ഇസഡിന്റെ വാല്യൂ 1 ആകുമ്പോഴത്തേക്കും പോർട്ട് ബിയിലേക്ക് എന്ത് വാല്യൂ സെൻഡ് ചെയ്തു? 1 സെൻഡ് ചെയ്തു. 1 സെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? ആ ലൂപ്പ് കഴിഞ്ഞു. അപ്പോൾ ഇസഡിനെ ഇൻക്രിമെന്റ് ചെയ്യും, ഇസഡിന്റെ വാല്യൂ 2 ആയി. 2 < 255 ആണോ നോക്കി, അത് ട്രൂ ആണ്. അപ്പോൾ 2 എന്നുള്ള വാല്യൂ പോർട്ട് ബിയിലേക്ക് സെൻഡ് ചെയ്തു. അങ്ങനെ സെൻഡ് ചെയ്ത് 255 വരെയുള്ള വാല്യൂസ് പോർട്ട് ബിയിലേക്ക് സെൻഡ് ചെയ്തു. പിന്നെ ഇസഡിനെ ഇൻക്രിമെന്റ് ചെയ്തു 256. 256ന്റെ വാല്യൂ 255നേക്കാളും കുറവ് എന്നുള്ളത് തെറ്റിപ്പോയി. അപ്പം എന്ത് ചെയ്യും? ആ ഫോർ ലൂപ്പ് പിന്നെ എക്സിക്യൂട്ട് ചെയ്യില്ല. വി വിൽ ബി കമ്മിങ് ബാക്ക് റിട്ടേൺ 0. അപ്പോൾ നമ്മുടെ മെയിൻ എന്ന് പറയുന്ന നമ്മുടെ മെയിൻ ഫംഗ്ഷൻ്റെ ഏറ്റവും ലാസ്റ്റ് നമ്മൾ എഴുതേണ്ട വാല്യൂ എന്ന് പറയുന്നത് റിട്ടേൺ 0 ആണ്. ഇറ്റ് ഈസ് റിട്ടേൺ 0. അപ്പോൾ അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോഗ്രാമാണ്. ഒന്നുകൂടെ നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യം ലൈബ്രറി ഡിഫൈൻ ചെയ്തു, #include avr/io.h എന്ന്. പിന്നെ നമ്മൾ ഇൻറ്റ് മെയിൻ വോയിഡ് ഡിഫൈൻ ചെയ്തു, കേർലി ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു, കേർലി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ആ ഇൻറ്റ് മെയിൻ എന്ന് പറയുന്നതിൻ്റെ ലാസ്റ്റ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് റിട്ടേൺ 0 ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ പ്രോഗ്രാമിനകത്ത് 00 മുതൽ FF വരെയുള്ള വാല്യൂസ് ആണ് സെൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ആ വാല്യൂ ഹോൾഡ് ചെയ്യുന്ന വേരിയബിളിനെ അൺസൈൻഡ് ക്യാരക്ടറായി ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ അൺസൈൻഡ് ക്യാരക്ടർ ഒരു വേരിയബിൾ കൊടുത്തു Z. നിങ്ങൾക്ക് X എന്നോ Y എന്നോ A എന്നോ B എന്നോ എന്ത് വേണമെങ്കിലും കൊടുക്കാം. പിന്നെ പോർട്ട് ബിനെ ഔട്ട്പുട്ട് പോർട്ടായി ഡിഫൈൻ ചെയ്യേണ്ടത് കൊണ്ട് DDRB = 0xFF എന്ന് കൊടുത്തു. അപ്പം നിങ്ങളുടെ പോർട്ട് ഔട്ട്പുട്ട് പോർട്ടായി. പിന്നെ ഫോർ ലൂപ്പിനകത്ത് നമ്മൾ Z 0 എന്ന് ഇനിഷ്യലൈസ് ചെയ്തു, ഇസഡിന്റെ വാല്യൂ < 255 എന്ന് കൊടുത്തു, Z++ കൊടുത്തു. അതിനകത്ത് നമ്മൾ എന്ത് കൊടുത്തു? അസൈൻമെന്റ് ഓപ്പറേഷൻ കൊടുത്തു. പോർട്ട് B = Z. ഇസഡിന്റെ വാല്യൂ എന്താണോ അത് നേരെ പോർട്ട് ബിയിലേക്ക് പോകും. പോർട്ട് ബിയിലുള്ള വാല്യൂ ഔട്ട്പുട്ടിലേക്ക് പോകും. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. Next is, write a C program to send the hex values of ASCII characters of 0, 1, 2, 3, 4, 5, A, B, C, D to port B. അതിൻ്റെ ASCII ക്യാരക്ടറിൻ്റെ ഹെക്സ് വാല്യൂ ആണ് നമുക്ക് സെൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ പറയുന്ന പോലെ എന്താ പറയുക, ഇതിന് മുന്നേ ചെയ്ത പോലത്തെ എളുപ്പത്തിൽ ഇവിടെ ചെയ്യാൻ പറ്റില്ല. അപ്പം പ്രോഗ്രാമിലേക്ക് വരുന്നതിന് മുന്നായി നമ്മൾ #include avr/io.h കൊടുത്തു, ഇൻറ്റ് മെയിൻ വേർഡ് കൊടുത്തു, കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, കേർലി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, ഏറ്റവും അവസാനം റിട്ടേൺ 0 കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഈ വാല്യൂസ് ആണല്ലോ ഉള്ളത്, 0, 1, 2, 3, 4, 5 ABCD, ഇത്രയും വാല്യൂസ് ആണുള്ളത്. അപ്പം അതിനെ ഞാനൊരു ലിസ്റ്റിലേക്ക് ക്രിയേറ്റ് ചെയ്തു. ലിസ്റ്റിലേക്ക് നമ്മൾ ലോഡ് ചെയ്തു. ആ ലിസ്റ്റിൻ്റെ പേര് മൈ ലിസ്റ്റ്. ഓക്കെ, അപ്പോൾ അതെന്തായിരിക്കണം? അൺസൈൻഡ് ക്യാരക്ടർ ആയിട്ട് തന്നെ കൊടുത്തു. ഒരു മൈ ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു അറേ. ആ അറേയിലേക്ക് നമ്മൾ വാല്യൂ കൊടുക്കുകയാണ് 0, 1, 2, 3, 4, 5 ABCD. അപ്പോൾ അറേയിലേക്ക് നമ്മൾ ക്യാരക്ടർ വാല്യൂ എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം അത് ഡബിൾ കോട്ട്സിൽ വേണം കൊടുക്കാൻ. ക്യാരക്ടർ വാല്യൂ നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ ഡബിൾ കോട്ട്സിൽ വേണം കൊടുക്കാൻ. അപ്പോൾ നമ്മൾ
അൺസൈൻഡ് ക്യാരക്ടർ മൈ ലിസ്റ്റ് എന്ന് പറഞ്ഞു, ഡബിൾ കോഡ്സിനകത്ത് 0 1 2 3 4 5 ABCD എന്ന് കൊടുത്തു. ഓക്കെ, ഇനി എന്ത് വേണം? ഇതിനകത്ത് നിന്ന് ഏറ്റവും ആദ്യം 0 എന്നുള്ള ആളെ പോയിന്റ് ചെയ്യണം. അതിനെ നമ്മൾ പോർട്ട് ബിയിലേക്ക് സെൻഡ് ചെയ്യണം. പിന്നെ നമ്മൾ 1 എന്നുള്ള ആളെ പോയിന്റ് ചെയ്യണം. ആ 1 എന്നുള്ള ആളെ പോർട്ട് ബിയിലേക്ക് സെൻഡ് ചെയ്യണം. പിന്നെ 2 എന്നുള്ള വാല്യൂവിനെ പോയിന്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ 2 എന്നുള്ള വാല്യൂവിനെ പോർട്ടിലേക്ക് സെൻഡ് ചെയ്യണം. അപ്പം നമുക്ക് പോയിന്റ് ചെയ്യാൻ വേണ്ടി വേറൊരു വേരിയബിൾ വേണം. അപ്പം നമ്മൾ ഇതിന് മുന്നത്തിൽ ചെയ്ത പോലെ തന്നെ ഒരു പോയിന്റിംഗ് വേരിയബിൾ ഡിഫൈൻ ചെയ്തു, അൺസൈൻഡ് ക്യാരക്ടർ ഇസഡ്. നമുക്ക് ഓൾറെഡി അറിയാം ഇത് കൗണ്ടർ ആയിട്ടാണ് ഇസഡ് വർക്ക് ചെയ്യുന്നത്. കൗണ്ടറായി ഡിഫൈൻ ചെയ്യുന്നതിനെല്ലാം നമ്മൾ അൺസൈൻഡ് ക്യാരക്ടർ ആയിട്ട് കൊടുക്കണം എന്നാണ് പഠിച്ചിരിക്കുന്നത്. അപ്പം അൺസൈൻഡ് ക്യാരക്ടർ ഇസഡ് കൊടുത്തു. DDRB 0xFF കൊടുത്തു, കാരണം പോർട്ട് ബിനെ നമ്മൾ ഔട്ട്പുട്ട് പോർട്ടായിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ എത്ര വാല്യൂ ഉണ്ടോ അത്രയും തവണയായിരിക്കണം നിങ്ങളുടെ പോയിന്റിംഗ് വേരിയബിൾ ഇൻക്രിമെന്റ് ചെയ്യേണ്ടത്. 0 1 2 3 4 5 എന്ന് പറയുമ്പം 6 എണ്ണം, ABCD എന്ന് പറയുമ്പോൾ 4 എണ്ണം. അപ്പോൾ 10 വാല്യൂസാണ് എനിക്ക് പോർട്ട് ബിയിലേക്ക് സെൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ഫോർ ലൂപ്പിനകത്ത് നിങ്ങളുടെ ഇസഡിന്റെ വാല്യൂ Z<10 ആയിരിക്കണം. അപ്പം 4 Z = 0, Z<10, Z++. അപ്പോൾ Z എന്ന വാല്യൂ 0 മുതൽ 9 വരെയുള്ള 10 വാല്യൂസേ എടുക്കുള്ളൂ. ആ ഓരോ വാല്യൂയും എന്തായിരിക്കണം? എൻ്റെ മൈ ലിസ്റ്റ് എന്ന അറേക്കകത്തുള്ള 0 1 2 3 എന്നുള്ള വാല്യൂ ആയിരിക്കണം. അപ്പോൾ പോർട്ട് ബിയിലേക്ക് എന്ത് സെൻഡ് ചെയ്യണം? മൈ ലിസ്റ്റ് ഓഫ് 0 എന്ന് പറയുന്നതാണ് 0, മൈ ലിസ്റ്റ് ഓഫ് 1 എന്ന് പറയുന്നതാണ് 1, മൈ ലിസ്റ്റ് ഓഫ് 2 എന്ന് പറയുന്നതാണ് 2, അതുപോലെ മൈ ലിസ്റ്റ് ഓഫ് 6 എന്ന് പറയുന്നതാണ് A, മൈ ലിസ്റ്റ് ഓഫ് 7 എന്ന് പറയുന്നതാണ് B, മൈ ലിസ്റ്റ് ഓഫ് 8 എന്ന് പറയുന്നതാണ് C, മൈ ലിസ്റ്റ് ഓഫ് 9 എന്ന് പറയുന്നതാണ് D. അപ്പൊ മൈ ലിസ്റ്റ് ഓഫ് ഇസഡ് എന്ന് കൊടുത്താൽ മതി, എന്റെ ഇസഡിന് ഇൻക്രിമെന്റ് ചെയ്താൽ മതി. അപ്പൊ എളുപ്പമായി. പോർട്ട് ബി ഈസ് ഈക്വൽ ടു മൈ ലിസ്റ്റ് ഓഫ് ഇസഡ് എന്ന് കൊടുത്തു. ഇസഡിനെ ഓൾറെഡി ഇൻക്രിമെന്റ് ചെയ്യാൻ നമ്മളൊരു ഫോർ ലൂപ്പ് കൊടുത്തിട്ടുണ്ടല്ലോ, ഫോർ ഇസഡ് ഈക്വൽ ടു 0, Z<10, Z++ എന്ന് കൊടുത്തിട്ടുണ്ടല്ലോ. ഓക്കെ, സോ പോർട്ട് ബി ഈസ് ഈക്വൽ ടു മൈ ലിസ്റ്റ് ഓഫ് ഇസഡ്. അപ്പോൾ ഇസഡ് ഈക്വൽ ടു 0 ആകുമ്പോൾ പോർട്ട് ബിയിലേക്ക് മൈ ലിസ്റ്റ് ഓഫ് 0ന്റെ വാല്യൂ വരും, അതാണ് 0. അപ്പോൾ 0 പോർട്ട് ബിയിലേക്ക് സെൻഡ് ചെയ്യും. ഇസഡ് ഇൻക്രിമെന്റ് ചെയ്തു, ഇസഡ് 1 ആയി. Z<10 എന്നുള്ളത് ട്രൂ ആണ്. അപ്പോൾ മൈ ലിസ്റ്റ് ഓഫ് 1 എന്ന് ഇവിടെ വരും. മൈ ലിസ്റ്റ് ഓഫ് 1 എന്ന് പറയുന്നത് 1 ആണ്. ആ 1 എന്നുള്ള വാല്യൂ പോർട്ട് ബിയിലേക്ക് സെൻഡ് ചെയ്യും. അങ്ങനെ എല്ലാ വാല്യൂസും സെൻഡ് ചെയ്തു. ഓക്കെ, ഇനി വേറൊരു പ്രോഗ്രാം നോക്കാം. Let us see program to toggle all the bits of port B 200 times. ഓക്കെ, അതിലേക്ക് വരുന്നതിന് മുന്നേ ഞാൻ നിങ്ങളുടെ അറ്റൻഡൻസ് ഒന്ന് എടുത്തോട്ടെ. പേര് വിളിക്കുമ്പോൾ നിങ്ങൾ പ്രസന്റ് ആണോ എന്നുള്ളത് പറയണം കേട്ടോ. ആദർശ് ബാബു, ആബ്സെന്റ് ആണ്. അഭിജിത്ത് VK, ആബ്സെന്റ് ആണ്. അബു ജോൺ ഏലിയാസ്, അജിത്ത് അമ്മാണി, ആരാണ്? അഭിജിത്തോ? ഓക്കെ, അജിത്ത് അമ്മാണി ആബ്സെന്റ് ആണ് അല്ലേ. അഖിൽ ജേക്കബ്, അഖില, അക്ഷയ് ഗിരിജൻ, അക്ഷയ് ഗോപകുമാർ, അക്ഷയ് കുമാർ, അമർനാഥ്, അമൃത, ആനന്ദൻ, അനസ് മാധവ്, ആനന്ദൻ. ഓക്കെ, അനസ് മാധവ്, അനസ് ആബ്സെന്റ്. ഏഞ്ചൽ, ആന്റണി ആൽവിൻ, ആരതി AK, അരവിന്ദൻ, ആഷിൻ, അസ്നിമ, അശ്വന്ത്, അശ്വിൻ സാബു, അശ്വിൻ ശേഖർ, അതുൽ കൃഷ്ണ MS, അതുൽ ടോം, ആരാ പ്രസന്റ്? അതുൽ കൃഷ്ണ MS ആണോ? അല്ല, അതുൽ ടോം. ഓക്കെ, അസീൻ. ഞാൻ വിളിക്കാം. MS അതുൽ കൃഷ്ണ ഞാൻ വിളിച്ചിട്ടില്ല കേട്ടോ. അസീൻ TU, ബാലു, ഡിവിൻ,
Pebin Shah. Present, sir. Vinu. Gio. Present, sir. Rishma. Present, sir. Harshat Ali. Present, sir. Kavya Jain. Krishnendu. Present, sir. Emma Sadal Krishna present ആണ്. Manu Maheshan. Mohammad Adnan. Mohammad Alavi. Mohammad Ashik. Mohammad Aslam. Present, sir. Mohammad Shafiq. Neeraj. Present, sir. Present, sir. Neville Anthony. Present, sir. Nevin KM. Nikita. Present, sir. Nishad. Present, sir. Noor Shahjahan. PA Najma. Present, sir. Parvati. Present, sir. Pranav K. Present, sir. Sahel. സാറേ സഹൽ ഹോസ്പിറ്റലാണ്. Sahel Vasanta. Sam Aldos. Shahnaz MS. Present, sir. Shamim. Present, sir. Shuhaib. Siddharth KB. Present, sir. Sonal Denny. Present, sir. Srikumar NK. Sriraj TT. Varun Biju. Vishal Vishwanath. Present, sir. Vishnu KR. Present, sir. Vishnu Manilal. Vishnu VV. Present, sir. Yadhukrishnan. Okay. Sir, മനു ഉണ്ടെന്ന് ഇവിടെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. Sir, 15 ഉണ്ടോ? പേര് പറഞ്ഞേ. ശ്രീകുമാർ. ശ്രീകുമാർ MK. അതെ, സർ. Okay. Okay, so we can continue. So next program is the C program to toggle all bits of port B 200 times. Port B യിലെ എല്ലാ ബിറ്റുകളും 200 പ്രാവശ്യം ടോഗിൾ ചെയ്യാനാണ്. അപ്പം പോർട്ട് ബിയിലെ ബിറ്റ്സ് ടോഗിൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത്, ഓൾട്ടർനേറ്റ് ബിറ്റ്സ് ടോഗിൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ അസംബ്ലി ലാംഗ്വേജ് ചെയ്ത സമയത്ത് ചെയ്തതാണ്. ഇതിനകത്ത് ചോദിച്ചിരിക്കുന്ന എല്ലാ ബിറ്റുകളും 8 ബിറ്റ് ഉണ്ടെങ്കിൽ 8 ബിറ്റുകളും ഒരുമിച്ച് ഓൺ ഓഫ് ആ രീതിയിൽ നമുക്ക് ടോഗിൾ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ഇടവിട്ടിട്ടുള്ളത് നമുക്ക് ടോഗിൾ ചെയ്യാം. അതായത് ഏറ്റവും നമ്മൾ 10101010 എന്ന് കൊടുത്തിട്ട് അതിനെ നമ്മൾ ഇൻവേർട്ട് ചെയ്താൽ 01010101 ആവും. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ടോഗിളിംഗ് ഓപ്പറേഷൻ ചെയ്യാം. അപ്പോൾ എക്സാമിന് നമുക്ക് ഓൾട്ടർനേറ്റ് ബിറ്റ്സ് എന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ 10101010 കൊടുക്കേണ്ടി വരും. അങ്ങനെ ഓൾട്ടർനേറ്റ് ബിറ്റ് സ്പെസിഫൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് രീതിയിലും ചെയ്യാം. എല്ലാം ഓൺ എല്ലാം ഓഫ് മതി രീതിയിലും നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ കോമൺ സാധനങ്ങളെല്ലാം ഹാഷ് ഇൻക്ലൂഡ് avr/io.h ഇൻഡ് മെയിൻ വോയിഡ് കേർലി ബ്രാക്കറ്റ് സ്റ്റാർട്ട് കേർലി ബ്രാക്കറ്റ് ക്ലോസ് കേർലി ബ്രാക്കറ്റ് ക്ലോസിന് മുന്നേ റിട്ടേൺ 0. ഇതിനകത്ത് പോർട്ട് ബീന്റെ ടോഗിൾ ചെയ്യണം. അപ്പോൾ പോർട്ട് ബീനെ നമുക്ക് ആദ്യം ഔട്ട്പുട്ട് പോർട്ടാക്കി ഡിഫൈൻ ചെയ്യണം. അപ്പോൾ DDRB രജിസ്റ്ററിലേക്ക് പോകണം. DDRB = 0xFF. ഇനി പോർട്ട് ബിയിലേക്ക് നമുക്ക് ടോഗിൾ ചെയ്യാനുള്ള വാല്യൂ, അപ്പോൾ നമ്മൾ 10101010 എന്നാണ് കൊടുക്കുന്നതെങ്കിൽ A എന്ന് കൊടുത്താൽ മതി. അതിന് പകരം നിങ്ങൾക്ക് എല്ലാം 1 എല്ലാം 0 ആ രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ 11111111 കൊടുക്കണം. അപ്പം നമ്മളിവിടെ പോർട്ട് B = 0xFF, അവിടെയും FF കൊടുക്കണം. FF കൊടുക്കുക, പിന്നെ 00 ആക്കുക. FF കൊടുക്കുക, 00 ആക്കുക എന്ന് പറഞ്ഞാൽ 8 എണ്ണം ഓൺ 8 എണ്ണം ഓഫ് 8 എണ്ണം ഓൺ 8 എണ്ണം ഓഫ് എന്നുള്ളത് റിപ്പീറ്റ് ചെയ്യും. ഇപ്പം നമ്മൾ A എന്ന് കൊടുത്താൽ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ളത് ഓൺ ആവും ഓഫ് ആവും അങ്ങനെ.
അപ്പോൾ ഈ ഇതിനകത്ത് നമ്മൾ ഓൾട്ടർനേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം പോർട്ട് ബി ഈക്വൽ ടു 0x കൊടുത്തു. ഇനി നമുക്ക് എന്താ 200 പ്രാവശ്യമാണ് ഇതിനെ ടോഗിൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കൊരു കൗണ്ടർ വേണം, ഒരു കൗണ്ടർ വേരിയബിൾ വേണം. ആ കൗണ്ടർ വേരിയബിളിനെ ഞാൻ ഇസഡ് ആയി ഡിഫൈൻ ചെയ്തു, അൺസൈൻഡ് ക്യാരക്ടർ ഇസഡ് കൊടുത്തു. ഓക്കെ, ഇനി ആ ഇസഡിന് എത്ര പ്രാവശ്യമാണ് ഫോർ ലൂപ്പിൽ കൊടുക്കേണ്ടത്? 200 പ്രാവശ്യം. അപ്പോൾ 4 ഇസഡ് ഈക്വൽ ടു 0, ഇസഡ് ലെസ് ദാൻ 200, ഇസഡ് പ്ലസ് പ്ലസ് കൊടുത്തു. ഓക്കെ, ഇനി എന്ത് മാത്രം ചെയ്താൽ മതി? പോർട്ട് ബി എന്താണോ അതിനെ ഇൻവേർട്ട് ചെയ്താൽ മതി. അപ്പൊ നോട്ട് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടിൽഡ ഓപ്പറേഷൻ ആണ്. ദിസ് ഇസ് കോൾഡ് ടിൽഡ. പോർട്ട് ബി ഈസ് ഈക്വൽ ടു ടിൽഡ പോർട്ട് ബി എന്ന് കൊടുത്തു. അപ്പോൾ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് 10101010 എന്നുള്ള എന്തായി മാറും? 01010101. അതായത് 55 എന്നുള്ള വാല്യൂ ഓട്ടോമാറ്റിക്കലി ആയിക്കോളും. അപ്പോൾ ഓരോ പ്രാവശ്യവും ഇപ്പൊ ഇതിങ്ങനെ ചെയ്യുന്നതിന് പകരം വേറെ രീതിയിൽ ചെയ്യുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ, ഇപ്പൊ പോർട്ട് ബി ഈക്വൽ ടു 0x എന്ന് കൊടുത്തു. പിന്നെ അടുത്ത പ്രാവശ്യം അത് 0x55 എന്നുള്ള രണ്ട് രീതിയിൽ 2 പ്രാവശ്യമായിട്ട്, ഇതാണെങ്കിൽ ഇങ്ങോട്ട് പോകണം, പിന്നെ ഇത് ഇങ്ങോട്ട് പോകണം, അങ്ങനെ 2 രീതിയിൽ ചെയ്യേണ്ടി വരും. അപ്പൊ അത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആകും. അതിന് പകരം ഏറ്റവും ആദ്യം 10101010 അതായത് എ ഡിഫൈൻ ചെയ്തു. പിന്നെ സിമ്പിളി പോർട്ട് ബിയിലെ വാല്യൂവിൻ്റെ അടുത്ത് ഇൻവേർട്ട് ചെയ്താൽ മതി. അപ്പോൾ പോർട്ട് ബി ഈസ് ഈക്വൽ ടു ഇൻവേർട്ടഡ് പോർട്ട് ബി. അപ്പോൾ ഫസ്റ്റ് ടൈം ഇസഡ് ഈക്വൽ ടു 0 ആവുന്ന സമയത്ത് ഇത് ഈ രീതിയിൽ ഇൻവേർട്ടഡ് ആയിക്കോളും. ഇത് അപ്പോൾ അടുത്ത പ്രാവശ്യം 10101010 എന്ന രീതിയിൽ വരും. പിന്നെ നമ്മൾ വൈൽ 1 എപ്പോഴും നമ്മൾ വൈൽ 1 ലാസ്റ്റ് കൊടുക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ മെയിൻ നിന്ന് പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സോ വിൽ ബി ഓൾവേസ് സ്റ്റേയിങ് ഇൻസൈഡ് ദി മെയിൻ ലൂപ്പ് ഇറ്റ് സെൽഫ്. അത് വളരെ സിമ്പിൾ ആണ്. DDRB പോർട്ട് ബിനെ ഔട്ട്പുട്ട് പോർട്ട് ആക്കുക, അതിന് DDRB ഈക്വൽ ടു FF കൊടുത്തു. 1.5 വിട്ടുള്ള ബിറ്റുകളെ ഹൈ ആക്കി അതിന് പോർട്ട് ബിയിലേക്ക് 0x കൊടുത്തു. കൗണ്ടർ വേരിയബിൾ ഡിഫൈൻ ചെയ്തു, അൺസൈൻഡ് ക്യാരി ഇസഡ് ഫോർ ഇസഡ് ഈക്വൽ ടു 0, ഇസഡ് ലെസ് ദാൻ 200 കൊടുക്കാൻ കാരണം 200 തവണ എന്ന് ചോദിച്ചത് കൊണ്ടാണ്. എന്നിട്ട് ഇസഡ് പ്ലസ് പ്ലസ് കൊടുത്തു, പോർട്ട് ബിനെ ഇൻവേർട്ടഡ് പോർട്ട് ബിന്ന് കൊടുത്തു. സിമ്പിൾ. നെക്സ്റ്റ് ഈസ് C program to send the numbers -4 to +4 to port B. -4 to +4. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് പ്രോബ്ലം ആയി. കാരണം എന്താന്ന് പറഞ്ഞാൽ നെഗറ്റീവ് നമ്പേഴ്സും കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന അറേയിൽ നമുക്ക് പോസിറ്റീവ് നമ്പേഴ്സും നെഗറ്റീവ് നമ്പേഴ്സും സ്റ്റോർ ചെയ്യാൻ പറ്റണം. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും അൺസൈൻഡ് ക്യാരക്ടർ മൈ ലിസ്റ്റ് നമ്മൾ ഇതിന് പ്രീവിയസ്ലി ഇവിടെ കൊടുത്തില്ലേ, അൺസൈൻഡ് ക്യാരക്ടർ മൈ ലിസ്റ്റ് എന്ന് കൊടുത്തു. കാരണം എന്താ, ഇതിനകത്തുള്ളതെല്ലാം പോസിറ്റീവ് വാല്യൂസാണ്, 0 1 2 3 4 5 ABCD. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, -4 to +4 ആണ്. അപ്പൊ നിങ്ങൾ മൈ നം എന്നൊരു അറേ ഡിഫൈൻ ചെയ്യുമ്പോൾ അതിനെ അൺസൈൻഡ് ക്യാരക്ടറായി ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല, ക്യാരക്ടറായി തന്നെ ഡിഫൈൻ ചെയ്യണം. എന്നിട്ട് അറേക്കകത്ത് വാല്യൂ കൊടുക്കുക, -4 -3 -2 -1 0 1 2 3 4. അപ്പൊ നമുക്ക് എത്രയാ? 9 വാല്യൂസ് ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മുടെ ലൂപ്പ് 9 പ്രാവശ്യമാണ് വർക്ക് ചെയ്യേണ്ടത്. അപ്പൊ നമുക്കൊരു ലൂപ്പ് കൗണ്ടർ വേണം. ഞാൻ വീണ്ടും അൺസൈൻഡ് ക്യാരക്ടർ ഇസഡ് എന്ന ലൂപ്പ് കൗണ്ടർ കൊടുത്തു. എന്നിട്ട് ആ ഓരോ വാല്യൂ ഞാൻ പോർട്ട് ബിയിലേക്കാണ് സെൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ പോർട്ട് ബിയിലേക്ക് സെൻഡ് ചെയ്യണമെന്ന് പറയുമ്പോൾ പോർട്ട് ബിനെ ഔട്ട്പുട്ട് പോർട്ട് ആക്കണം. ഞാൻ കൊടുത്തു DDRB ഈക്വൽ ടു 0xFF, പോർട്ട് ബിയിലേക്ക് സെൻഡ് ചെയ്തു. ഇനി നമ്മൾ ഫോർ ലൂപ്പിൽ കൊടുത്തു, 9 വാല്യൂ മാത്രം ഉണ്ടാവണം. അപ്പോൾ ഇസഡ് ഈക്വൽ ടു 0, ഇസഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8 എന്ന് കൊടുത്തു, അല്ലെങ്കിൽ ഇസഡ് ലെസ് ദാൻ 9, എങ്ങനെ കൊടുത്താലും കറക്റ്റ്. ഇസഡ് ഈക്വൽ ടു 0, ഇസഡ് ലെസ് ദാൻ 9 കൊടുക്കുക, അല്ലെങ്കിൽ ഇസഡ് ഈക്വൽ ടു 0, ഇസഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8 കൊടുക്കുക. എന്താണെങ്കിലും ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുക? പോർട്ട് ബി ഈസ് ഈക്വൽ ടു മൈ നം ഇസഡ്, പ്രീവിയസ്ലി കൊടുത്തില്ലേ, പോർട്ട് ബി ഈസ് ഈക്വൽ ടു മൈ ലിസ്റ്റ് ഇസഡ് എന്ന് കൊടുത്തതിന് പകരം പോർട്ട് ബി ഈസ് ഈക്വൽ ടു മൈ നം ഇസഡ് എന്ന് കൊടുക്കുക. അപ്പോൾ ഏറ്റവും ഇസഡ് ഈക്വൽ ടു 0 ആകുമ്പം അറേയിലത്തെ ഫസ്റ്റ് വാല്യൂ എടുക്കും, -4 എന്നുള്ള വാല്യൂ 4ബിയിലേക്ക് സെൻഡ് ചെയ്യും. ഇത് ഇസഡ് പ്ലസ് പ്ലസ് ചെയ്യും. ഇപ്പോൾ ഇസഡിൻ്റെ വാല്യൂ 1 ആയി, 8നേക്കാളും ചെറുതാണെങ്കിൽ ഓക്കെ ആണ്. മൈ നം ഓഫ് 1 എന്നുള്ള വാല്യൂ പോർട്ട് ബിയിലേക്ക് വരും. മൈ നം ഓഫ് 1 എന്ന് പറയുന്നത് -3 ആണ്. അപ്പോൾ -3 -2 അങ്ങനെ പോയി 8ാമത് +4 എന്നുള്ള വാല്യൂ പോർട്ട് ബിയിലേക്ക് സെൻഡ് ചെയ്യും. വീണ്ടും ഇസഡ് ഇൻക്രിമെന്റ് ചെയ്ത് 9 ആവുന്ന സമയത്ത് ഇസഡ് ലെസ് ദാൻ ഈക്വൽ ടു 8 എന്നുള്ളത് ഫോൾസ് ആവും. ഫോർ ലൂപ്പിന് പുറത്തേക്ക് വരും, വൈൽ 1ൽ വരും, അൺലിമിറ്റഡ് ആയിട്ട് അവിടെ തന്നെ സ്റ്റേ ചെയ്യും. ക്ലിയർ? നമ്മൾ ഇതിന് മുന്നേ നോക്കിയിട്ടുള്ള സെയിം സംഭവം തന്നെയാണ്. സി പ്രോഗ്രാം ടു ടോഗിൾ ഓൾ ബിറ്റ്സ് ഓഫ് പോർട്ട് ബി 5000 ടൈംസ്. 50,000 തവണയാണ് നമുക്ക് ഇവിടെ ടോഗിൾ ചെയ്യേണ്ടത്. അപ്പം 50,000 തവണ ടോഗിൾ ചെയ്യണം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കൗണ്ടർ വേരിയബിളിൽ 50,000 വരെ വാല്യൂ സ്റ്റോർ ചെയ്യാൻ പറ്റണം. അപ്പോൾ കൗണ്ടർ വേരിയബിൾ നിങ്ങൾ അൺസൈൻഡ് ക്യാരക്ടർ ആയിട്ടാണ് നിങ്ങൾ ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ കൗണ്ടറിന് 256 വാല്യൂവേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ.
50,000 വാല്യൂ സ്റ്റോർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? നിങ്ങളുടെ കൗണ്ടർ വേരിയബിളിനെ അൺസൈൻഡ് ഇൻഡിജറായി ഡിഫൈൻ ചെയ്യണം. അത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. സോ ഹിയർ യു ക്യാൻ സീ യുവർ കൗണ്ടർ വേരിയബിൾ ഈസ് ഇസഡ്. ഇസഡ് ഈസ് നോട്ട് ഡിഫൈൻഡ് ആസ് അൺസൈൻഡ് char. ഇസഡ് ഈസ് ഡിഫൈൻഡ് ആസ് അൺസൈൻഡ് ഇൻറ്റ്. അപ്പം അൺസൈൻഡ് ഇൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 65,536 വരെയുള്ള വാല്യൂ അതിൽ സ്റ്റോർ ചെയ്യാം. എനിക്ക് 50,000 വേണ്ടു. 50,000ത്തിൻ്റെ വാല്യൂ 65,536 ചെറുതാണ്. അപ്പം നിങ്ങൾക്ക് ഇസഡിനെ നിങ്ങൾക്ക് സുഖമായിട്ട് അൺസൈൻഡ് ഇൻഡിജർ എന്ന രീതിയിൽ ഡിഫൈൻ ചെയ്യാം. ഇപ്പോൾ DDRB 0xFF കൊടുത്തു. ഫോർ ഇസഡ് ഈക്വൽ ടു 0, ഇസഡ് ലെസ് ദാൻ 50,000 ഇസഡ് പ്ലസ് പ്ലസ് കൊടുത്തു. പിന്നെ ടോഗിൾ ചെയ്യാനുള്ളത് ഇതിപ്പോൾ 2 രീതിയിൽ ചെയ്യാം. നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ പോർട്ട് ബി ഈസ് ഈക്വൽ ടു 0xAA എന്ന് നമുക്ക് ഫോർ ലൂപ്പിൻ്റെ മുകളിൽ ഡിഫൈൻ ചെയ്യാം. എന്നിട്ട് ഫോർ ലൂപ്പിനകത്ത് പോർട്ട് ബി ഈസ് ഈക്വൽ ടു ടിൽഡ പോർട്ട് ബി എന്ന് കൊടുത്താലും മതി. ഇവിടെ കൊടുത്ത പോലെ, ഈ രീതി കൊടുത്ത പോലെ, ഇതിനകത്ത് ഈ രീതിയിൽ കൊടുത്ത പോലെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. അപ്പോൾ പോർട്ട് ബി എന്ന് പറയുന്നത് ഇതാ ഇവിടെ കൊടുത്ത പോലെ. പോർട്ട് ബി എന്നുള്ളത് 0xAA എന്ന് ആദ്യം ഡിഫൈൻ ചെയ്തു. ഫോർ ലൂപ്പിനകത്ത് പോർട്ട് ബി ഈസ് ഈക്വൽ ടു ഇൻവേർട്ടഡ് പോർട്ട് ബി എന്ന് കൊടുത്തു. ഇതൊരു മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് എന്താ? ഫോർ ലൂപ്പിനകത്ത് പോർട്ട് ബി ഈസ് ഈക്വൽ ടു 0x55 കൊടുത്തു. പോർട്ട് ബി ഈസ് ഈക്വൽ ടു 0xAA കൊടുത്തു. അപ്പോൾ ആദ്യം ഒന്നിടവിട്ടുള്ളത് കത്തും, അടുത്തതിൽ പിന്നെ കത്താതിരുന്നത് എന്താണോ അത് കത്തും, കത്തിക്കൊണ്ടിരുന്നത് ഓഫ് ആവും. അപ്പോൾ ഈ 2 രീതിയിലും കൊടുക്കാം. ഇവിടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് 50,000 തവണ വേണ്ടത് കൊണ്ട് നിങ്ങളുടെ കൗണ്ടർ വേരിയബിളിന് അൺസൈൻഡ് ക്യാരക്ടറായി ഡിഫൈൻ ചെയ്താൽ പോലെ അൺസൈൻഡ് ഇൻഡിജറായി ഡിഫൈൻ ചെയ്യണം. ദാറ്റ്സ് ദ ഓൺലി ഡിഫറൻസ്. അടുത്തത് ഇതാണ്, 1,00,000 ടൈംസ് ഇതിനെ ടോഗിൾ ചെയ്യണം. 1,00,000 ടൈംസ് ടോഗിൾ ചെയ്യണമെങ്കിൽ അൺസൈൻഡ് ഇൻഡിജറായി കൊടുത്താൽ 65,536 ടൈംസേ ചെയ്യാൻ പറ്റുള്ളൂ. 1,00,000 എന്ന് പറയുന്നത് അതിനേക്കാളും കൂടുതലാണ്. അപ്പം നിങ്ങളുടെ കൗണ്ടർ അൺസൈൻഡ് ഇൻഡിജറായി പോലും ഡിഫൈൻ ചെയ്താൽ പോരാ, അൺസൈൻഡ് ലോങ് ആയി ഡിഫൈൻ ചെയ്യണം. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ നമ്മുടെ കൗണ്ടിങ് വേരിയബിളായ ഇസഡിനെ അൺസൈൻഡ് ലോങ് ആയിട്ട് ഡിഫൈൻ ചെയ്തു. ബാക്കി നമ്മുടെ പ്രോഗ്രാമിൽ ഒരു വ്യത്യാസമില്ല. ദാറ്റ് ഈസ് ദ ഓൺലി ഡിഫറൻസ്. The variable is defined as unsigned long. Okay. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മൾ ഇന്ന് നമ്മൾ എന്താണ് സി പ്രോഗ്രാമിങ്ങിനുള്ള ബെനിഫിറ്റ്സ് നമ്മൾ നോക്കി. സി പ്രോഗ്രാമിങ്ങിൻ്റെ ഡേറ്റ ടൈപ്സ് ഏതൊക്കെയാണെന്ന് നോക്കി. സി പ്രോഗ്രാം ഡേറ്റ ടൈപ്പിൻ്റെ ഡിഫോൾട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ അൺസൈൻഡ് ക്യാരക്ടർ ആണ് എന്നുള്ളത് പറഞ്ഞു. പിന്നെ സൈൻഡ് ക്യാരക്ടർ, അൺസൈൻഡ് ഇൻഡിജർ, അൺസൈൻഡ് ക്യാരക്ടർ എന്നൊക്കെ പറഞ്ഞ് പല വാല്യൂസ് ഉണ്ട്. ഈ ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള റേഞ്ചിനനുസരിച്ചാണ് കൊടുക്കുന്നത്. അൺസൈൻഡ് ക്യാരക്ടർ എന്ന് പറയുന്ന സമയത്ത് 255 വരെയുള്ള വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ പറ്റും. അൺസൈൻഡ് ഇൻഡിജർ ആയിട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് 65,536 വാല്യൂ കൊടുക്കാൻ പറ്റും. അതിലും വലിയ വാല്യൂ വേണം, കൗണ്ടർ വാല്യൂ വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ അൺസൈൻഡ് ലോങ് ആയിട്ട് ഡിഫൈൻ ചെയ്യണം. ഈ രീതിയിൽ ആണ് നമ്മൾ ഡേറ്റ ടൈപ്സിനെ പറ്റിയുള്ളൊരു ഇൻട്രൊഡക്ഷൻ.